ആലപ്പുഴ വാടക്കൽ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകളടക്കം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. ആലപ്പുഴ വാടക്കൽ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവുത്സവത്തിന്റെ ഭാഗമായി കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ഗുരുപുഷ്പാഞ്ജലി എന്നിവ നടത്തി. ബ്രഹ്മശ്രീ ജയതുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. പൂജാകർമ്മങ്ങളെ തുടർന്ന് ആലുവ അദ്വൈതാശ്രമം ധർമ്മചൈതന്യ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രഭാഷണത്തെ തുടർന്ന് അന്നദാനവും ആലപ്പുഴ ശ്രീനാരായണ ധർമ്മ പ്രചാരക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജനാമൃതം ചടങ്ങും നടത്തി. വൈകിട്ട് 6-ന് ഒറ്റത്താലം വരവ്, 6:30-ന് ദീപാരാധന, ദീപക്കാഴ്ച, സമൂഹ പ്രാർത്ഥന എന്നിവയും 8 മണിയോടെ വടകര വരദ അവതരിപ്പിച്ച നാടകം അമ്മ മയക്കാറും വേദിയിൽ അരങ്ങേറി. ശ്രീനാരായണ ആദർശ സമിതി ചെയർമാൻ ബി ബാലചന്ദ്രൻ, ജനറൽ കൺവീനർ വി ബൈജുരാജൻ, ജോയിന്റ് കൺവീനർ സുജിത് ഹരിദാസ്, ട്രഷറർ എസ് ശശികുമാർ എന്നിവർ തിരുവുത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മറ്റ് പ്രതിഷ്ഠകൾ ഇല്ലാതെ ശ്രീനാരായണ ഗുരുദേവനെ മാത്രം പ്രതിഷ്ഠിച്ച് നിത്യപൂജ ചെയ്യുന്ന ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ് വാടക്കൽ ശ്രീനാരായണ ആദർശ സമിതി ഗുരുക്ഷേത്രമെന്നും തിരുവുത്സവ കാലത്ത് പ്രദേശത്തെ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് വിവിധ ചടങ്ങുകൾക്കായി എത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠ ചടങ്ങുകൾ, കലശപൂജ, കലശ അഭിഷേക വഴിപാട് ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നമ്മുടെ ഈ വാടക്കൽ പ്രദേശത്തെ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ വളരെ പ്രതീക്ഷയോടെയും എല്ലാവരും ഒരു ആശ്വാസ കേന്ദ്രമായി കടന്ന ഈ മഹാക്ഷേത്രമായ ഒരു ഗുരുക്ഷേത്രം, അത് മറ്റ് പ്രതിഷ്ഠകളൊന്നും ഇല്ലാതെ ശ്രീനാരായണ ഗുരുദേവനെ മാത്രം പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്തുന്ന ഒരു ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ വാടക്കൽ ശ്രീനാരായണ ആദർശ സമിതി ഗുരുക്ഷേത്രം. അല്ലെ ഇപ്പം കലശപൂജ, കലശാഭിഷേക വഴിപാടുകൾ നമ്മുടെ തന്ത്രി ജയതുളസീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്തിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്.